some of the factors, some of the things that help us to become prepared to be like Jesus Christ. ഒന്നാമത്തെ കാര്യം നമ്മളെ തന്നെ ഒരുക്കുവാനായിട്ടുള്ളതാണ്. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ആ വാക്യം നമ്മൾ വളരെ കാര്യമായി ശ്രദ്ധിക്കണം. In order to become a prepared person, ഒരുക്കമുള്ള ഒരു വിശ്വാസിയായി, ഒരു ശ്രേഷ്ഠ ദൈവമകനായി ദൈവമകളായി തീരുവാൻ ഒരു പ്രാരംഭ പടി ഇതായിരിക്കും. ആർക്കെങ്കിലും കിട്ടിയോ? 2 തിമോത്തിയോസ് 1:5. ആ ആ ആ നിന്നിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. The first thing we need to have is a godly influence. ഒരു ദൈവികമായിരിക്കുന്ന സ്വാധീനം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും ഞാൻ നോക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എത്ര പേർക്ക് നല്ല ബോൺ അഗെയിൻ പേരൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ കരങ്ങളൊന്ന് കാണട്ടെ. രക്ഷിക്കപ്പെട്ട പേരൻസ് ഉണ്ടായിരുന്നവർ. വാവ്, as I look, majority probably have. മിക്കവാറും പേർക്കുണ്ടെന്ന് തോന്നുന്നു. ഇല്ല എങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഗോഡ്ലി ഇൻഫ്ലുവൻസിൽ വന്നവർക്ക് ഈസിയാണ് ഒരു വിശ്വാസിയാകുന്ന ഒരു പക്ഷെങ്കിൽ ഒരു ഗോഡ്ലി ഇൻഫ്ലുവൻസും ഇല്ലാത്ത വ്യക്തികൾ കർത്താവായ യേശുവിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബിഗ് ടാസ്ക്. പൗലോസ് തീമോത്തിയോസിനെ എഴുതുമ്പോൾ പറഞ്ഞു, തീമോത്തിയോസേ, നിന്നിലുള്ള നിർവ്യാജ വിശ്വാസത്തിന് കാരണം അത് നീ തന്നെ ഉണ്ടാക്കിയതല്ല, നിന്റെ അമ്മയിലുണ്ടായിരുന്നു. പിന്നെ ആർക്കാണ്? വലിയമ്മയിലും. ലോവിസും യുനീക്കയും അവരിൽ ഉണ്ടായിരുന്ന വിശ്വാസം കൈമാറി നിന്നിൽ വന്നു. 1-ാം നൂറ്റാണ്ടിലെ ആദ്യ നൂറ്റാണ്ടിലെ സഭയിലെ ഒരു ബിഷപ്പായി തീർന്ന മനുഷ്യനായിരുന്നു തീമോത്തിയോസ്. അവൻ അങ്ങനെ ആകണമെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രാർത്ഥിച്ച ചില വ്യക്തികളുണ്ടായിരുന്നു. 2 സ്ത്രീകളുടെ പേരാണ് അവിടെ കാണുന്നത്. സ്തോത്രം. നമ്മൾ എവിടെ യോഗത്തിൽ എന്നാലും സഹോദരിമാരാകൂടില്ല, എവിടെയും മിക്കവാറും അങ്ങനെയാണെന്ന് തോന്നുന്നു. താങ്ക് യു ലോർഡ്. The influence of a godly mother, a godly grandmother is so great. നമുക്കുള്ള ഇൻഫ്ലുവൻസ് ആണ് നമ്മളെ ഒരുക്കി കർത്താവിൻ്റെ വേലയ്ക്കായിട്ടും ദൈവവിശ്വാസിയായിട്ടും തീരുവാനിടയായി തീർന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഗോഡ്ലി പേരൻസ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഒന്നും വിഷമിക്കരുത്. നിങ്ങൾക്ക് ആത്മീയ പിതാക്കന്മാരും ആത്മീയ മാതാക്കളും ഉണ്ടായിട്ടുണ്ട്, അല്ലേ? You have spiritual fathers and spiritual mothers who have groomed you and shaped you to be the person you are tonight. സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതം പുറകോട്ട് നോക്കുമ്പോൾ എന്നെ ഷേപ്പ് ചെയ്ത അനേക ദൈവദാസിദാസന്മാരുണ്ട്. ജസ്വിൻ പാസ്റ്ററുടെ ഗ്രാൻഡ് ഫാദർ എൻ്റെ ഒരു റോൾ മോഡലായിരുന്നു. നിങ്ങൾക്ക് പലരും കേട്ട് കാണുമായിരിക്കും. പാസ്റ്റർ MT മാത്യു എന്ന് പറഞ്ഞ ശ്രേഷ്ഠ ദൈവദാസൻ ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്. എൻ്റെ ഫാദറിൻ്റെ ഏറ്റവും വലിയൊരു കൂട്ടുകാരനുമായിരുന്നു. നിഷ്കളങ്കമായി ജീവിക്കുന്ന ഒരു ദൈവത്തിന് ദാസൻ, ആരോടും മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നൊരു വ്യക്തി. ഹി വാസ് സോ ജെന്യുവിൻ. ഹി ഹാഡ് എ ഡിസ്റ്റിങ്ക്റ്റ് വോയിസ് ആസ് വെൽ. അങ്ങനെയുള്ള ഈ മനുഷ്യൻ ഹി വാസ് എ റോൾ മോഡൽ. അവരെയൊക്കെ നമുക്ക് അനുകരിപ്പാൻ നോക്കും. ഇൻ യുവർ ലൈഫ് യു നീഡ് ടു ഹാവ് എ റോൾ മോഡൽ ടു ഫോളോ. തീമോത്തിയോസിനോട് ചോദിച്ചാൽ പറയും, തീമോത്തിയോസ് പറയും, അവിടെ അമ്മച്ചിമാരും ഇവിടെ അമ്മച്ചിമാരും ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം നല്ലവർ, പക്ഷേ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് എൻ്റെ അമ്മയും എൻ്റെ ഗ്രാൻഡ് മദറുമാണ്. സ്തോത്രം, അല്ലേ? വല്യമ്മച്ചിമാർക്കായിട്ടും അമ്മമാർക്കായിട്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരിക്കലും മറക്കരുത് അവരുടെ ഇൻഫ്ലുവൻസ്. അമ്മമാരെ ചിലപ്പോൾ നിങ്ങളെ മദേഴ്സ് ടെൽ യു ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്, സംടൈംസ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ്. അമ്മമാരും അപ്പച്ചന്മാരും വഴക്ക് പറയുമ്പോൾ ഇഷ്ടമല്ല. പക്ഷെങ്കിൽ എവറി വേർഡ് ദേ സേ ഈസ് ഷേപ്പിംഗ് യു. നിങ്ങളെ ഒരുക്കുക ചെയ്യുന്നത്. നിങ്ങളെ ചിലപ്പോൾ ടെൽ ഓഫ് ചെയ്യും, ചിലപ്പോൾ നിങ്ങളെ കറക്റ്റ് ചെയ്യും. പക്ഷെങ്കിൽ വാട്ട് ദേ ആർ ഡൂയിങ് അറ്റ് ദാറ്റ് ടൈം മേ നോട്ട് ബി പ്ലസന്റ് ടു ഹിയർ, മേ നോട്ട് ബി പ്ലസന്റ്, ബട്ട് ദേ ഹാവ് an ultimate goal to bring you up in the fear of the Lord. Godly influence is very important. Let's go to number 2. I'm conscious of the time as well. രണ്ടാമതായി 2 തിമോത്തിയോസ് 1:6 തന്നെ ഒന്ന് വായിച്ചാട്ടെ. I want to say it is a positive instruction.
രണ്ടാമതായി ഒരു വ്യക്തിയെ ഒരുക്കുന്നതിന് ഗോഡ്ലി ഇൻഫ്ലുവൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. If you didn't have it, don't worry, you have spiritual fathers and mothers. Second thing is, you have a positive inspiration. നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന, നിങ്ങളെ ഉത്തേജനം നൽകുന്നതായ ചില നേതാക്കന്മാർ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പിരിച്വൽ ലീഡേഴ്സ് ആയിരിക്കും. അവരുടെ കൈ നിങ്ങളുടെ മേൽ വെച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ട്. എൻ്റെ വൈഫിന് ഒരു പ്രത്യേകിച്ചൊരു സ്വഭാവമുണ്ട്. പറയുന്നതിൽ തെറ്റില്ലെന്ന് വിചാരിക്കുന്നു. എന്നോട് പറയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിളിച്ചു പറയണമെന്ന് പറയും. യോഗം കഴിഞ്ഞപ്പോൾ എന്നോട് വഴക്ക് പറയുമായിരിക്കും കേട്ടോ. പുള്ളിക്കാരത്ത് പറയും, ഞാൻ എൻ്റെ തല എല്ലാവരെയും കൊണ്ട് കൈവെപ്പിക്കത്തില്ല. ചിലരുണ്ട്, ആര് വന്നാലും ഭാഷ വന്ന് തല കൈവച്ചേക്കണേ, ഭാഷ വന്ന് കൈവച്ചേക്കണേ. ഇവനൊക്കെ എവിടെ നിന്ന് വന്നവരാന്ന് ആർക്കെങ്കിലും അറിയാമോ? ഈ കൈവെക്കുന്ന സമയത്ത് അങ്ങേരിലുള്ളത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതറിയായിരുന്നോ? ഇഫ് ഹീ ഈസ് an immoral person, he is transferring immorality to you. If he is a jealous person, he is transferring jealousy to you. Did you know that one? ഈ കൈവപ്പിൽ ഒരു പകർച്ചയുണ്ട്. ആ വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന വിദ്വേഷവും കുശുമ്പും കുന്നായ്മയും എല്ലാമാണ് ഇങ്ങോട്ട് പകരുന്നത് അവൻ്റെ കൈവെക്കുമ്പോൾ. എത്ര അന്യഭാഷ പറഞ്ഞാലും, സോറി ടു സേ ദാറ്റ്, ജീവിതമുള്ളവരെ കൊണ്ട് കൈവെപ്പിക്കാവും. ജീവിതമുള്ളവരെ സ്ക്രീൻ ചെയ്ത് അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കാവും. ജീവിതമുള്ളവരെ അവരുടെ കൈവച്ചാലുണ്ടല്ലോ, അവർ ക്ഷയിക്കുകയും ഒന്നും വേണ്ട കേട്ടോ, നിങ്ങൾക്ക് അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശികിയ പൗലോസ് പറയുകയാണ്, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരത്തെ ജ്വലിപ്പിക്കണം. ഇവിടെ കൃപാവരമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്ന് ഇപ്പം ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഒരു ഭാഷ എനിക്കതില്ലെന്ന് പറയും. പക്ഷെ നിങ്ങൾക്കുണ്ട്. കൃപാവരം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ സൈഡിലും ചോദിക്കാം, ഈ സൈഡിലും ചോദിക്കുകയാണ്. ഇതായിരിക്കും മൈ ഫൈനൽ. then I'm going to wrap up because I will continue the message. കൃപാവരം എന്ന് പറയുമ്പോൾ ആദ്യം ഈ ഗ്രൂപ്പിൽ ആദ്യം പറയണ ഒരാളെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന വാക്ക് എന്താണ്? പ്രോഫസി. ഒന്നുകൂടെ ഒരു ചാൻസ് കൊടുത്ത് തരാം. ദാറ്റ്സ് എ ഗുഡ് വൺ. അഭിഷേകം, അന്യഭാഷ. കണ്ടോ? ഇനി ഈ ഗ്രൂപ്പ് ആരാ ജയിക്കുന്നു നോക്കാം. എനിക്ക് സമ്മാനം ജസിൻ ഭാഷ $100 കൊടുക്കണമെന്ന് കൊണ്ടിരിക്കുകയാണ്. ഒരു 10 കൊടുത്താൽ മതിയായിരുന്നു. അദ്ദേഹം തന്നില്ല, പറഞ്ഞ ഞാൻ തന്നിട്ട് പോകാം കേട്ടോ. പക്ഷേ എൻ്റെ ബ്രിട്ടീഷ് പൗണ്ടായിരിക്കും, ഇച്ചിരി കൂടുതലായിരിക്കും അത്. കൃപാവരം എന്ന് കേൾക്കുമ്പോൾ ഈ സഹോദരിമാരുടെ സാരത്തിന് 2 ഉത്തരം കിട്ടി. സഹോദരന്മാരുടെ ആൻസർ എന്തായിരിക്കും? എന്താ ആദ്യം വരുന്ന വചനം? നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത? കൃപാവരം. ഒരു ശൂന്യമാണല്ലോ. രോഗശാന്തി. വണ്ടർഫുൾ. ഒരു ചാൻസ് കൂടെ. ഭൂതങ്ങളെ ഇറക്കുക. ആണോ? പ്ലെയിൻ ലാംഗ്വേജ്. നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞു. കൃപാവരം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കിളന്ന് ചാടണം, പിന്നെ അന്യഭാഷ, പ്രവചനം, ഇതൊക്കെ ഉണ്ടായിരിക്കണം. വെളിപ്പാട് ഉണ്ടല്ലോ. ചിലപ്പോൾ വെളിപാടൊക്കെ ആയിരിക്കും പറയുന്നത്. വെളിവുകേടാണ് ചിലപ്പം പറയുന്നത്. വെളിപ്പാട്, അദ്ദേഹത്തിന് വെളിപ്പാടുണ്ട് കേട്ടോ. ചിലർ പറയും അനോയിൻറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. ആ പുള്ളിക്ക് അനോയിൻറ്റ്മെൻ്റ് ഉണ്ടെന്ന് പറയും. ഞാൻ പറയും എന്തോ ഓയിൻമെൻ്റ് ആണെങ്കിലും നമുക്ക് വേണ്ട. അനോയിൻറ്റ്മെൻ്റ്, അനോയിൻറ്റിങ്. പിന്നെ എന്തുവാ അദ്ദേഹം പിന്നെ രോഗികളുടെ മേൽ കൈവച്ച അന്നേരം നിലത്ത് വീഴും. ഞാൻ പറഞ്ഞു വീഴണ്ട. കഥകൾ പറഞ്ഞാൽ ഒത്തിരി പോകും. ഞാനൊരു യോഗത്തിനിടയ്ക്ക് ചെന്നു. ഇടവും പോലും പാസ്റ്റർമാർ നിൽപ്പുണ്ട്. അപ്പോൾ അന്നത്തെ പ്രസംഗം പറഞ്ഞു, പാസ്റ്റേഴ്സ് എല്ലാം കൈ പിടിച്ചാട്ടെന്ന് പറഞ്ഞു. ലോഡ്സൺ സാർ അങ്ങനെ പറയുന്നത് ഞാൻ ധരിച്ചില്ല. എല്ലാവരും ഇങ്ങനെ തോളെ പിടിച്ച് ആടാനേ പറഞ്ഞുള്ളൂ കേട്ടോ. അത് കുഴപ്പമില്ലായിരുന്നു. കാരണം ജിജി പാസ്റ്റർ ശരിക്കും എന്നെ ആട്ടി കേട്ടോ നല്ലപോലെ. ഞാൻ ആടാഞ്ഞിട്ട് പുള്ളി വലിച്ചെന്നെ ആട്ടി. നന്നായിപ്പോയി. അവനിനി അദ്ദേഹത്തിന് അടുത്ത് നിൽക്കുന്നില്ല. അദ്ദേഹത്ത് വേദനയൊക്കെ ഉണ്ടൊരു. അപ്പോൾ ഞാൻ ഈ 2 ഇടവും പോലും ഭാഷമാർ ഇവിടുത്തെ ഇങ്ങോട്ട് ലണ്ടനിൽ നടന്ന സംഭവമാണ്. പിടിച്ചിട്ട് അപ്പം എന്താ ഗസ്റ്റ് സ്പീക്കർ ഇച്ചിരി ഈ സൂപ്പറാണ് പുള്ളി. കയറി ഇങ്ങനെ ആൾക്കാരെ പേര് വിളിക്കുകയും വീഴിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പിടിച്ചായിട്ട് പുള്ളി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഹോൾഡിങ് ഹാൻഡ്സ്. എല്ലാവരും ചോദിച്ചു ടച്ച് എന്നൊരു വാക്ക് പറയും. കേട്ടിട്ടുണ്ടാകുന്ന പരിപാടി ഒരു മാജിക്കാണ്. ടച്ച് അല്ലെങ്കിൽ ഫയർ എന്നൊക്കെ പറയും. ഫയർ, ടച്ച് എന്നൊക്കെ പറയും. എൻ്റെ ഇടവും പല നിന്നവന്മാരെല്ലാം കെട്ടിത്തെളിഞ്ഞു പോയി. ഞാനിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുക കൈ.
അപ്പോൾ എൻ്റെ ഈ വലത്തെ കൈ പിടിച്ച് വിടുക, പാഷ വീഴ് വീഴ്, പാഷ വീഴ്. ഞാൻ പറഞ്ഞു, ഞാൻ അവൻ്റെ കയ്യങ്ങ് വിട്ടു. ഇടന്ന് ഞാൻ അവൻ്റെ കയ്യങ്ങ് വിട്ടു. എന്നെ വീഴിക്കണം അവന്മാർക്ക്. അപ്പം നമ്മുടെ ചർച്ച ബോർഡിലെ പാഷമാർ ലൈവ് സ്ട്രീം കണ്ടുകൊണ്ടിരിക്കുക. എടാ ജോക്കുരും പാഷും ഇതിനകത്ത് കയറണമെന്ന്. ഞാനങ്ങ് പോയില്ല. പക്ഷെ ഞാൻ വീണില്ല. എന്നെ തെള്ളിയിട്ട് വലിച്ചിട്ട് ഞാൻ വീണില്ല. അപ്പോൾ അത്രമാത്രം ശക്തി എനിക്കുണ്ടായിരുന്നറിയാം. പൗലോസ് പറയുന്നത്, കൈവപ്പിനാൽ, മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ചതായിരിക്കുന്ന കൃപാവരങ്ങൾ അതിനെ ജ്വലിപ്പിക്കണം. യുസൻ പാസ്റ്ററെ ഇവിടെയുള്ള ദൈവദാസന്മാരുടെയും പറയുകയാണ്, നമ്മുടെ സഭയിലുള്ള വിശ്വാസികൾക്ക് അവസരങ്ങൾ കൊടുക്കണം. നല്ല സന്തോഷമായിരുന്നു നമ്മുടെ യുവജനങ്ങളിൽ നിന്ന് പാട്ട് പാടുകയും കീബോർഡ് വായിക്കുകയൊക്കെ ചെയ്തപ്പോൾ. അവസരമാണ്. നമ്മളെ അടുത്ത തലമുറയിലെ നേതാക്കന്മാരാക്കി മാറ്റുന്നത് ശുശ്രൂഷകന്മാരായി ഞങ്ങൾ നിങ്ങൾക്ക് അവസരങ്ങൾ തരുന്നു. നിങ്ങളുടെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുവാൻ. അത് പ്രവചനം മാത്രമല്ല, രോഗശാന്തി മാത്രമല്ല, ഭൂതങ്ങളെ ഇറക്കുന്ന മാത്രമല്ല, അന്യഭാഷ മാത്രമല്ല, നിങ്ങൾക്ക് ചെയ്യുവാനുള്ള ചില വരങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്. ആ വരങ്ങൾ, ചില വരങ്ങളുടെ പേര് റോമർ 12 ചില വരങ്ങളുടെ പേര് എഫേസ്യർ 4 ചില ആത്മീയ വരങ്ങളുടെ പേര് 1 കൊരിന്ത്യർ 12 ഇവിടെ എല്ലാം വരങ്ങളുടെ കാര്യമുണ്ട്. ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഗിഫ്റ്റ്സ് ആർ ഗിവൺ ദേർ. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഇവിടെ ഈ കൃപയും ദൈവത്തിൻ്റെ കൃപയും ഏതെങ്കിലും ഒരു ഗിഫ്റ്റെങ്കിലും ലഭിച്ച ആരെങ്കിലും ഉണ്ടോ? ഉള്ളവരുടെ കൈ ഒന്ന് ഉയർത്തിക്കാട്ട്. നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റെങ്കിലും ഉണ്ടെന്നുള്ളവർ. ചിലരുടെ കൈ 50% ഉയർന്നുള്ളൂ. You think that at least God has given me one gift. കൈ പൊക്കാത്തവരും കൈ പൊക്കിയെങ്കിലേ ഒക്കത്തുള്ളൂ. മോൻ്റെ കൈ പൊക്കിയില്ല, എനിക്കൊന്ന്. You didn't understand it, but your 2 hands should be up. You know what? What is a gift actually? What you are good at doing at. നിങ്ങൾ ചെയ്യുവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം, നിങ്ങളെ വയർ ചെയ്തിരിക്കുന്നത് ദൈവമാണ്. ദൈവം നിങ്ങളെ ചിലപ്പോൾ ഹോസ്പിറ്റാലിറ്റി എന്ന ഗിഫ്റ്റിനായിരിക്കും വയർ ചെയ്തിരിക്കുന്നത്. ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഗ്ലാസ് ചൂടുവെള്ളം ഒരു കർത്താവ്, ഒരു ദൈവമകൻ എനിക്ക് തന്നു. ദാറ്റ് ഈസ് ഹിസ് ഗിഫ്റ്റ്. ഞാൻ വന്നപ്പോൾ എൻ്റെ ബാഗുകളൊക്കെ എടുത്തു വെക്കാനായിട്ടൊരു മോനെ സഹായിച്ചു. സി, ദാറ്റ് ഈസ് എ ഗിഫ്റ്റ്. ഇവിടെ നിങ്ങൾക്കൊക്കെ ധാരാളം ഗിഫ്റ്റുകൾ. ചിലപ്പം ഡ്രൈവ് ചെയ്യുന്ന ഒരു ഗിഫ്റ്റാണ്. എൻ്റെ വിശ്വാസികളെ ഒക്കെ സഭയിൽ ആരാധനയ്ക്ക് കൊണ്ടുവരാനായിട്ട് ഫോൺ ചെയ്ത് ഒന്ന് എൻകറേജ് ചെയ്യുന്നു, അതൊരു ഗിഫ്റ്റാണ് കേട്ടോ. അതിന് പകരം ഫോൺ ചെയ്ത് നമുക്ക് പാസ്റ്ററുടെ കുറ്റം പറയാം കേട്ടോ എന്ന് പറഞ്ഞ് പറയുന്നതല്ല. ആ പാസ്റ്റർ അങ്ങനെ ഇങ്ങനെ കേട്ടോ, അതൊന്നുമല്ല ഗിഫ്റ്റ് കേട്ടോ. അതൊന്നുമല്ല. അന്യോന്യം ബലപ്പെടുത്തുക. നിങ്ങളുടെ ഗിഫ്റ്റ് ഇനിയൊന്ന് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് മൈ ഗിഫ്റ്റ്? ഓ, അപ്പം നിങ്ങൾ വിചാരിക്കുന്നു, അയ്യോ എനിക്ക് വേറെ കുറച്ച് രണ്ടുപേരും പറയുന്നവർക്ക് വേറെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പറഞ്ഞില്ല. ഉണ്ട്. യു വിൽ ഡിസ്കവർ യുവർ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റിനെ പ്രതിഫലിപ്പിക്കുവാൻ, പ്രയോഗിക്കുവാൻ ലഭിക്കുന്ന അവസരമാണ് സഭയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത്. ഗ്ലോറിയസ് ലൈഫ് ചർച്ചിൽ അങ്ങനെ അവസരം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇത്രയും പേരുടെ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ സഭയിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് അവസരങ്ങൾ ഇനിയും ഉണ്ടാകും. ആ അവസരങ്ങൾ നിങ്ങൾക്ക് എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഗിഫ്റ്റിനെ ഷാർപ്പൻ ചെയ്യുവാനിടയായിത്തീരും. പാടുന്നവരാണെങ്കിൽ ശരിക്ക് പാടണം. പ്രസംഗിക്കുന്നവരാണെങ്കിൽ ശരിക്ക് പ്രസംഗിക്കണം. ഓക്കെ. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരാണെങ്കിൽ ശരിക്ക് പഠിപ്പിക്കണം. അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നല്ല ചായ ഉണ്ടാക്കണം കേട്ടോ. കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ 1ാം ക്ലാസ് ബിരിയാണി ആയിരിക്കണം. എന്തോ ആയിരുന്നാലും എനിക്കറിഞ്ഞൂടെ ഇവിടെ എന്തൊക്കെയാണെന്ന്. യു ഷുഡ് ബി അറ്റ് യുവർ ബെസ്റ്റ്. അങ്ങനെയുള്ളൊരു ഒരുക്കം. കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പീഠത്തിൻ്റെ മുൻപിൽ നിന്ന് പ്രസംഗിക്കുന്ന ശുശ്രൂഷ അല്ല. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ബിഹൈൻഡ് ദ സീനാണ്. പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒരു ഗിഫ്റ്റാണ് കേട്ടോ. എൻ്റെ വൈഫ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ പറയും, നിങ്ങളുടെ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം. ബിഹൈൻഡ് ദ സീനിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി ഒരുക്കപ്പെട്ട സഹോദരന്മാർ ഈ സഭയ്ക്കകത്തുണ്ട്. അതുകൊണ്ടാണ് ഗ്ലോറിയസ് ലൈഫ് ഇന്നും ഗ്ലോറിയസ് ആയിരിക്കുന്നത്. കാരണം നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ കർത്താവിൻ്റെ ദാസനും തൻ്റെ ഈ ഇവിടെയുള്ള ലീഡേഴ്സും നിൽക്കുവാൻ കഴിയുന്നതല്ല. താങ്ക് ഗോഡ് ഫോർ ദ പീപ്പിൾ ഹു ആർ പ്രിപ്പയറിങ് ബിഹൈൻഡ് ദ സീൻ. നമ്മളിവിടെ താമസിച്ച് വന്നവരൊക്കെ, ഞാനൊക്കെ താമസിച്ചാണ് വന്നത്. നേരത്തെ വന്നെങ്കിൽ തന്നെയും യോഗം തുടങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നമ്മുടെ യുവജനങ്ങൾ ചെയ്തു. PA സിസ്റ്റം സെറ്റപ്പ് ചെയ്തു. ഇത് ഈ ലൈവ് സ്ട്രീം കാര്യങ്ങളെല്ലാം, ഇതിനൊക്കെ സമയമെടുക്കും. അതിനൊക്കെ ഒരു ഗിഫ്റ്റ് ഉണ്ട്, അതിനൊക്കെ ഒരു താളം. ചില നമ്മുടെ ഈ യൗവനക്കാരൊക്കെ തൊട്ടാൽ മതി, അതങ്ങ് സൗഖ്യമാകും. കമ്പ്യൂട്ടറൊക്കെ അങ്ങ് സൗഖ്യമാകും അല്ലേ? നമ്മളെ കൊണ്ടൊന്ന് കഴിയും. ഞാൻ കമ്പ്യൂട്ടർ തൊഴിച്ച് നോക്കിയിട്ടുണ്ട്, ഇടിച്ച് നോക്കിയിട്ടുണ്ട്.
പക്ഷെ ഇവർ വന്ന് ഡാഡി, നമ്മുടെ പിള്ളേരൊക്കെ ഡാഡി ഇങ്ങനെ അവിടെ ചെയ്യുന്ന കാണാം. നമുക്കൊന്നും അറിയത്തില്ല, ഓൾഡ് ഫാഷൻ. ദ ഗിഫ്റ്റ് ഈസ് ദെയർ. ആ ഗിഫ്റ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി സഭയിൽ ഉപയോഗിക്കണം. അത് ദേശത്ത് അത് വിളക്കായി തീരും. സ്തോത്രം. ഇന്ന് മുതൽ ആ ഗിഫ്റ്റ് ഷാർപ്പൻ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ എന്ന് പറ്റുന്നറിയാമോ? ഗിഫ്റ്റ് എല്ലാം തുരുമ്പ് പിടിക്കും. ഇവിടെ പലരുടെയും തുരുമ്പ് പിടിച്ച ഗിഫ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് എണ്ണയൊക്കെ ഇടേണ്ടി വരും. എണ്ണ ഇട്ട് ഒന്ന് പൂശി ആ തുരുമ്പൊക്കെ ഒന്ന് കളഞ്ഞ് യസുൻ ഭാഷയോട് പറയണം, പക്ഷേ എൻ്റെ തുരുമ്പെല്ലാം മാറി, ഇനി എന്നെ ഉപയോഗിക്കാൻ പറയണം. That's what happens. A lot of people, they know they are called, they know they have a gift, they know they can sing and pray and preach and whatever, but they are behind. They are not doing what they are supposed to do. ഒരുക്കമുള്ളവരാകണമെങ്കിൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേകം ജ്വലിപ്പിക്കണം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രാരംഭ രാത്രിയാണല്ലോ. ഈ അഭിഷേകം ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? പെന്റക്കോസ്റ്റൽസിന് ഒരു വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സ്പീഡിൽ കൈയടിച്ച് ഉറക്കെ പാട്ട് പാടി ആത്മാഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷ പറഞ്ഞ് അത് മാത്രമാണോ ആത്മീക വരങ്ങൾ ജ്വലിപ്പിക്കുക എന്നുള്ളത്? അല്ല. അതൊക്കെ നല്ലത് തന്നെയാണ്. നമ്മൾ ഷാർപ്പൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഹോസ്പിറ്റാലിറ്റിക്കായിട്ട് ഗിഫ്റ്റുള്ള വ്യക്തിയാണെങ്കിൽ ആ ഹോസ്പിറ്റാലിറ്റി അത് നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം. നിങ്ങൾ ഒരുപക്ഷെങ്കിൽ പാട്ടിന് ദൈവം വിളിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ പാട്ട് കൂടുതൽ ഷാർപ്പൻ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളതിനെ ജ്വലിപ്പിക്കുന്നത്. അപ്പോൾ തീമോഥെയോസിനോട് പറഞ്ഞു, നിന്റെ ഗോഡ്ലി ഇൻഫ്ലുവൻസ് ഈസ് വെരി ഗുഡ്. പക്ഷെ അതുകൊണ്ട് തന്നെ നിർത്താതെ നിനക്ക് ലഭിച്ചിരിക്കുന്ന മൂപ്പന്മാരുടെ കൈവയ്പിനാൽ ലഭിച്ചിരിക്കുന്ന ചില അഭിഷേകമുണ്ട്, ചില വരങ്ങളുണ്ട്, അതിനെ നിങ്ങൾ ജ്വലിപ്പിക്കണം. അതിന് ഇംഗ്ലീഷ് ഭാഷ വായിച്ചാൽ ഫാൻ ഇൻ ടു ഫ്ലെയിം എന്നാണ് വായിക്കുന്നത്. നമ്മൾ ഈ ഇരുമ്പൊക്കെ പഴുപ്പിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാം. ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഉണ്ട്. ആ കൊല്ലൻ ഇരുന്നിട്ട് ഈ ഒരു വിൻഡ് പൈപ്പാണ്, അതിങ്ങനെ അങ്ങോട്ട് വെക്കും. കാറ്റ് വരുന്ന സമയത്ത് ഈ ഇരുമ്പ് വെറും ഇരുമ്പായിട്ട് അവിടെ ഇരുന്നതാണ്. പക്ഷെ നിമിഷങ്ങൾക്ക് എന്താണെന്നറിയാമോ? അത് ഹോട്ട് അയണായിട്ട് മാറും. ആ സമയത്ത് അതിനെ അടിച്ചാൽ അത് ശരിയായിട്ട് പറക്കും. അങ്ങനെ പഴുത്ത ഇരുമ്പ് കഷണങ്ങളായി തീർന്ന് ദൈവത്തിന് നമ്മളെ അടിച്ചേത് രീതിയിലും മരിക്കുവാനുള്ള പാത്രങ്ങളായി നമ്മൾ തീരണം. ഫാൻ ഇൻ ടു ഫ്ലെയിം ദ ഗിഫ്റ്റ് ഗോഡ് ഹാസ് ഗിവൺ യു. ഗിഫ്റ്റിനെ ഒളിച്ചു വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് ഏറ്റുപറയണം, കർത്താവേ, എനിക്ക് ഈ ഗിഫ്റ്റ് ഉണ്ടെന്ന് അറിയാമായിരുന്നു, പക്ഷെങ്കിൽ ഇന്ന് വരെയും ഞാനത് ഉപയോഗിച്ചിട്ടില്ല. പാസ്റ്റർ പല പ്രാവശ്യം പറഞ്ഞു, എൻ്റെ പപ്പ മമ്മി എൻ്റെ സഭയിലെ സഹോദരങ്ങൾ പറഞ്ഞു, മോനെ നിനക്ക് ഈ ഗിഫ്റ്റ് ഉണ്ട്, എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ, എന്തുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തുകൂടാ എന്ന് പറഞ്ഞപ്പോൾ നീ ഒഴികഴിവ് പറഞ്ഞ് മാറിയെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് ക്ഷമ ചോദിക്കണം. കാരണം ഗിഫ്റ്റ് ഈസ് ഫോർ ദ യൂസ് ഓഫ് ഗോഡ്സ് കിങ്ഡം. നിങ്ങളുടെ ഗിഫ്റ്റ് ഉപയോഗിക്കുമ്പോഴാണ് മറ്റുള്ള ജനങ്ങൾ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. God wants you to be an influence so that others can be influenced. ഗ്ലോറിയസ് ലൈഫ് ചർച്ചിൽ 1000 മെമ്പേഴ്സ് ഉണ്ടാകണമെങ്കിൽ ഹാൻഡിൽ ചെയ്യാമോ? 1000 പേര് വന്നാൽ ഇപ്പം റെഡി അല്ലായിരിക്കും കേട്ടോ. യസുൻ പാസ്റ്റർ പറഞ്ഞു, ഇത്രയും പേരൂടെ റെഡിയാണെങ്കിൽ ഞാൻ റെഡിയാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ കൊണ്ടൊന്നും നടക്കത്തില്ല കേട്ടോ. അടുത്ത ദിവസങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകണം. കർത്താവേ, ഞങ്ങളുടെ ചർച്ച് 100-150 പേരെ കൂടെ നിൽക്കാതെ അതിനപ്പുറമായി വികസിക്കുവാൻ, ഹല്ലേലൂയ, അനേക രോഗികൾ വന്ന് സൗഖ്യമാകുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ജീവിതങ്ങൾ ട്രാൻസ്ഫോർമേഷൻ ഏറ്റെടുക്കുവാൻ ഞങ്ങളുടെ സഭയിൽ കൂടെ ഇടയായി തീരണമെങ്കിൽ എൻ്റെ ഗിഫ്റ്റ് ഞാൻ ഷാർപ്പൻ ചെയ്യണം, എൻ്റെ ഗിഫ്റ്റ് ഞാൻ ഉപയോഗിക്കണം. എനിക്കുള്ള ഗോഡ്ലി ഇൻഫ്ലുവൻസിനായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ, ഗോഡ്ലി ഹെറിറ്റേജിനായി സ്തോത്രം. അതിൽ തന്നെ നിൽക്കാതെ അതിനപ്പുറമായി ഒരു ഷാർപ്പനിങ്ങിലേക്ക് പോകുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ എത്ര പേര് പറയും? മൂന്നാമത് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, the third thing is corrective instruction. എന്ന് പറഞ്ഞാൽ കേവലം ഇൻഫർമേഷൻ ലഭിച്ചതുകൊണ്ട് നമുക്ക് ഷേപ്പ് ചെയ്യാൻ ഒക്കത്തില്ല. കറക്റ്റ് ചെയ്തുള്ളതായ ഇൻസ്ട്രക്ഷൻ നമുക്ക് ആവശ്യമാണ്. ഒരു വാക്യം നമുക്ക് നോക്കാം.
2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെ നമുക്ക് നോക്കാം. 2 Timothy chapter 2 verses 22 and 23 നമുക്ക് നോക്കാം. അടുത്ത വാക്യം കൂടെ വായിച്ചു മോളെ. നെക്സ്റ്റ്. Amen. 2 Timothy chapter 2 is all about how to shape a man of God, for that matter a woman of God, into becoming a great godly person. Lot of principles are there in chapter 2. 2-ാം അധ്യായത്തിൽ ഒരു വ്യക്തിയെ എങ്ങനെ ദൈവമകനാക്കി, ദൈവമകളാക്കി, ദൈവവേലക്കാരനായി ഷേപ്പ് ചെയ്യണമെന്നുള്ളതിൻ്റെ അനേക കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 23-ാമത്തെ വാക്യത്തിൽ 22-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, യൗവന മോഹങ്ങളെ വിട്ട് ഓടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. Timothy was a young man. Young people have all kinds of distractions in their lives. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയെ മാറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോൾ ആ ശ്രദ്ധയെ മാറ്റുന്ന കാര്യങ്ങളെ അതിനെ ഡൈവേർട്ട് ചെയ്ത് നല്ല പാതയിലാക്കി ക്രിസ്തുവിൻ്റെ ഒരു ദാസനായി കൊണ്ടുപോകാൻ, ഷേപ്പ് ചെയ്യുവാൻ കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻസ് ആവശ്യമാണ്. മാതാപിതാക്കൾ ഇത്ര പേര് നമ്മുടെ കുഞ്ഞുങ്ങളെ കറക്റ്റ് ചെയ്യും, അത് വളരെ ആവശ്യമാണ് കേട്ടോ. ഞാനൊരു വാക്യം നിങ്ങളെ കാണിക്കാം, നോക്കിയാട്ടെ. സദൃശ്യവാക്യങ്ങൾ 29-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ഞാൻ ഓർക്കുന്നു, നമ്മുടെ ചർച്ചിൽ ഒരു മലയാളി സഹോദരൻ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ അടിച്ചു. അപ്പോൾ ആ കുഞ്ഞങ്ങ് കരഞ്ഞപ്പോൾ ഒരു പഞ്ചാബി സഹോദരൻ ഓടി വന്ന് അദ്ദേഹത്തിന് പറഞ്ഞു, വാട്ട് യു ഡൂയിങ് ഈസ് റോങ്, ഞാൻ പോലീസിനെ വിളിക്കും. നമുക്കറിയാം, ഇവിടെ പിള്ളേരെ ഒന്നും അടിക്കാൻ ഒക്കത്തില്ലെന്നറിയാം, പോലീസിനെ വിളിക്കും, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നറിയാം. പക്ഷെ അദ്ദേഹം കേരളത്തിൽ നിന്നും വന്ന ഒരു വ്യക്തിയായതുകൊണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് മറ്റൊരു വ്യക്തിയാണ്. ഈ കുഞ്ഞ് കരയുന്ന കണ്ടപ്പോൾ ഈ മനുഷ്യന് വലിയ സങ്കടം തോന്നിയിട്ട്, കോപം തോന്നിയിട്ട് എന്ത് ചെയ്തു, പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കുഞ്ഞിന് ശിക്ഷ കൊടുക്കുന്നത് തെറ്റാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. But let's look at Proverbs chapter 29 verse number 15. വായിച്ചാട്ടെ. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. അടുത്ത വാക്യം. ആരെങ്കിലും ഇംഗ്ലീഷിലെ വാക്യം വായിച്ചാട്ടെ. Proverbs 29 verse number 15. Look at that. The rod and reproof give wisdom, but a child left to himself bringeth his mother to shame. അമ്മയ്ക്കും അപ്പനും അപമാനം വരുത്തുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. വടിയെ ശാസനയെ നമ്മൾ അത് മാറ്റി വെച്ചത് കൊണ്ടാണല്ലേ. ആ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു, ജ്ഞാനത്തെ നൽകുന്നു. അപ്പോൾ വടിയെ നമ്മൾ സ്നേഹിച്ചാൽ എന്ന് പറഞ്ഞാൽ അടിക്കാതെ ഇരുന്നാൽ, ഉപദ്രവിക്കാതെ ഇരുന്നാൽ, നമ്മൾക്ക് ഈ രാജ്യത്ത് അടിക്കാനൊന്നും ഒക്കത്തില്ല, അറിയാമല്ലോ. അടിക്കുന്നവരുണ്ടോ ഇവിടെ? പിള്ളേരെല്ലാം പറയുക, നന്നായി മമ്മി, നന്നായി ഡാഡി ഈ രാജ്യത്തായതല്ലേ, ഞങ്ങളെ അടിക്കാൻ ഒക്കത്തില്ല. കേട്ടിട്ടുണ്ടോ ഒരു കഥ? അമേരിക്കയിൽ നിന്നും ഒരു കുടുംബം വർഷങ്ങളായി അവിടെയായിരുന്നു. അപ്പോൾ പിള്ളേർ അവിടെ നോട്ടിയായിട്ടൊക്കെ ജീവിച്ചു. അപ്പനമ്മയും പറയുന്നത് കേൾക്കത്തില്ല, ഇപ്പം പോലീസിനെ വിളിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പിന്നെ എന്ത് ചെയ്യും, ആ എടുത്ത വടി അങ്ങ് മാറ്റിവെക്കും. നാട്ടിൽ പോകുന്ന സമയമായി. അപ്പോൾ ഈ അപ്പനും അമ്മയും ഇവിടെ വന്നു. ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഇറങ്ങി പുറകിലൊരു വടി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കൊടുത്തു 5 വർഷത്തെ അടി മുഴുവനും കൂടെ. ഇനി നീ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു.
അപ്പോൾ നമ്മൾ ഓർക്കുക, തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. വി ആർ ടോക്കിംഗ് അബൌട്ട് ഷേപ്പിംഗ് ourselves, not only young people, shaping all of us to be the best in God's presence. ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന വലിയ കുഴപ്പം, നമുക്ക് കറക്ഷൻ ഉണ്ട്, ഇൻസ്പിറേഷൻ ഉണ്ട്, പക്ഷെങ്കിൽ അത് ചെയ്യേണ്ട വിധം നമുക്ക് പലപ്പോഴും അറിഞ്ഞുകൂടാ. എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുന്നില്ല. സ്തോത്രം. യേശുൻ ഭാഷയ്ക്ക് അടി കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ചെറുപ്രായത്തിൽ. അപ്പോൾ എൻ്റെ ചെറുപ്രായം എന്ന് പറഞ്ഞാൽ ലോങ് ടൈം അഗോ. ഒരിക്കൽ അമ്മ എന്നോട് പറഞ്ഞു, അയലോക്കത്തെ പിള്ളേരുമായിട്ട് കളിക്കാൻ പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പിള്ളേർ കളിയല്ലേ, നമുക്ക് പന്ത് കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ ആഗ്രഹം. സോ വി wanted to go. I went, sneaked out from the home. I went to play with the children. My mom found out that I am playing with the boys over there next door. I mean, they were good boys anyway. Mom looked from distance and saw me playing. ഞാൻ ദൂരെ നിന്ന് അവിടെ കളിക്കുന്നത് അമ്മ കണ്ടു. എന്നെ ഒന്ന് വിളിച്ചു. എന്നെ വീട്ടിൽ വിളിക്കുന്ന ജോമോൻ എന്നാണ് കേട്ടോ. ജോമോനെ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ചു. അപ്പം മോനെ എന്നുള്ള കൊള്ളാം, പക്ഷെങ്കിൽ നീ എവിടാ? ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ കണ്ടു, നീ ഇപ്പം വന്നാൽ, ഇപ്പം കയ്യിലൊരു വലിയ വടിയിരിപ്പുണ്ട് കേട്ടോ, നീ ഇപ്പം വന്നാൽ ഒറ്റ അടി കിട്ടും, ഓടിയാൽ 2 എണ്ണം കിട്ടും. അപ്പം ഇതിലേതാ നല്ലത്? ഐ ബിഗാൻ ടു ബാർഗെയിൻ. ഇപ്പോൾ ചെന്നാൽ 1 എണ്ണം ഏതായാലും കിട്ടും. ഞാൻ വിചാരിച്ച് 2 കിട്ടുന്നതിനൊക്കെ നല്ല 1 ഏതായാലും. അപ്പം ഞാൻ അവിടെ ഓടിച്ചെന്നു. പറഞ്ഞു, നീ എവിടെയാ പോയത്? ഞാൻ എന്നടുത്ത് പോയി. ഞാൻ പറഞ്ഞില്ലേ പോകരുതെന്ന്. ഞാൻ പറഞ്ഞു ഞാനങ്ങ് പോയി. കുനിഞ്ഞിങ്ങനെ നിന്നു, ശരിക്കും അടിച്ചു. ആ ഒരടി ശരിക്കും കിട്ടി. ഇപ്പോഴും എൻ്റെ വേദന അനുഭവിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ അമ്മയുടെ കരം കൊണ്ട് എന്നെ ഒന്ന് തലോടി. ഞാൻ എന്തിനടിച്ചെന്നറിയാമോ എന്ന് ചോദിച്ചു. ദാറ്റ്സ് വെർ വി മേക്ക് എ മിസ്റ്റേക്ക്. നമ്മൾ പലപ്പോഴും ഉറക്കെ വഴക്ക് പറയും, ശാസിക്കും, എല്ലാം ചെയ്യും, പക്ഷെങ്കിൽ എന്തിനാണെന്നോ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാറില്ല. We have to correct them positively. We have to correct them in such a way that we give them instruction as well. അപ്പോൾ ആ അടി കഴിഞ്ഞിട്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ അവിടെ പോകരുത്? ഞാൻ പറഞ്ഞു. പക്ഷെ അവിടെ അകത്ത് ഒരു പുള്ളിങ് ഉണ്ട്. ഈ പന്തുകളിയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ആ പ്രായമാണല്ലോ, ഒന്ന് ഓടിപ്പോകാനായിട്ട് വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ പോയി. ഒരു കുഞ്ഞിനെ തന്നിഷ്ടത്തിന് വിട്ടിരുന്നാൽ അമ്മയ്ക്കും അപ്പനും അപമാനം വരുത്തും, നിശ്ചയമായിട്ടും. അത് ഓസ്ട്രേലിയയിലായിരുന്നാലും UK-യിലായിരുന്നാലും ഇന്ത്യയിലായിരുന്നാലും തന്നിഷ്ടത്തിന് വിട്ടാൽ അപമാനം വരുത്തും. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? We have to shape our Timothys, we have to shape our Esthers, we have to shape our young people into godliness. പ്രാർത്ഥന എന്നുള്ളത് ഒരിക്കലും വിട്ടുകളയരുത്. സംതിങ് വി ഡു. ഞങ്ങൾ 2 ഗ്രാൻഡ് പേരൻസ് ആണ് കേട്ടോ. എല്ലാ ദിവസവും ഞങ്ങൾ കുഞ്ഞുങ്ങൾ 3 പേരുണ്ട്, അവരുടെ പേര് പറഞ്ഞ്, കൊച്ചുമക്കളുടെയും പേര് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? പേര് പറഞ്ഞ് കുഞ്ഞുങ്ങൾ കേൾക്കണം കേട്ടോ. ജെസിമോൾക്കായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജെസിമോൾ അത് കേൾക്കണം. ബിജുമോന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ബിജുമോൻ അത് കേൾക്കണം. അവർ പ്രായമാകുമ്പോൾ പറയും, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഷേപ്പിൽ വന്നിരിക്കുന്നത്. ലോവിസിനെയും യൂനിസിനെയും മറക്കരുത്. അവരിലുണ്ടായിരുന്ന വിശ്വാസം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് അവരുടെ വാക്കുകൊണ്ട് മാത്രമായിരിക്കുകയല്ല, അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Then the fourth thing that we need is the word of God. ദൈവത്തിൻ്റെ വചനം. ഒരു വാക്യം നോക്കാം. 1 പത്രോസ് 1:23 വായിക്കുമ്പോൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചെന്ന് എനിക്ക് തോന്നുന്നു. 1:23, കെടുന്ന ബീജത്താലല്ല,
something we need to shape ourselves is not only positive instruction and correction, but the word of God. ആർക്ക് പറയാം ഈ വാക്യത്തിന്റെ ബാക്കി? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. The word is needed for us to live by every day. ദൈവത്തിൻ്റെ വചനം വായ്കൊണ്ട് ഉരുവിടുന്നവർക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട്, ഒരു പ്രത്യേക ബലമുണ്ട്. എല്ലാം തകർന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമുക്ക് പറയാം, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അത് ദൈവത്തിൻ്റെ വചനമാണ്. God's word in your mouth gives God's authority. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ വായിൽ കൂടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അധികാരം കർത്താവ് തരും. ഹല്ലേലൂയ. എൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം വെറുതെ മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് സാധിക്കും, അത് നിവർത്തിക്കും എന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ യെശയ്യാ 55 വായിക്കുന്നുണ്ട്. See, when you are speaking God's word in any situation, any circumstances, things will begin to happen. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം അല്ലേ? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചതേ ഉള്ളൂ, വെളിച്ചമുണ്ടായി. So if the word has created the world and everything in it, we can live by the word. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി ഓരോ ദിവസവും ജീവിപ്പാൻ നമുക്ക് കൃപ നൽകുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ 1 പത്രോസ് 1:23 അങ്ങനെ നമ്മൾ കാണുന്നു. ആ 2-ാം അധ്യായത്തിലെ കൂടെ ഒന്ന് വരാം. 1 പത്രോസ് 2:1 2 വാക്യങ്ങൾ കൂടെ വായിച്ചാട്ടെ. കളഞ്ഞ് ആമേൻ. അപ്പോൾ 1:23 നമ്മൾ കാണുന്ന ജനിപ്പാൻ നമുക്ക് വചനം ആവശ്യമുണ്ട്. 2-ാം വാക്യത്തിൽ വായിക്കുന്നു വളരുവാൻ നമുക്ക് വചനം ആവശ്യമുണ്ട്. രണ്ടിനും വചനം ആവശ്യമുണ്ട്. വചനത്താലുള്ള ജനനം, വചനത്താലുള്ള വളർച്ച അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. സ്തോത്രം. വചനത്തിൽ അടിസ്ഥാനപ്പെടാതെ ഉള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഒരിക്കലും ഒരു ഉറപ്പ് നിലനിൽപ്പില്ല എന്നുള്ളത് നിശ്ചയം തന്നെയാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി വിശ്വാസികളായവരിനകത്തുണ്ട്. നിങ്ങൾ നിർത്തിയതിൻ്റെ ഒരു കാര്യം ദൈവത്തിൻ്റെ കൃപയാണെന്ന് നമുക്കറിയാം. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച വചനമാണ്. ഞാൻ മാറാത്തവൻ എന്നുള്ള ദൈവത്തിൻ്റെ വചനമില്ലേ, അത് നിങ്ങൾ ഏറ്റെടുത്തു. ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും എൻ്റെ വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. ആ വചനത്തിൽ നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കൊരു നിലനിൽപ്പുള്ളത്. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽപ്പാൻ കർത്താവ് നമുക്ക് ഇടയായി തരണം. അങ്ങനെ വളരുവാൻ സാധിക്കും. വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവ് ഒരു വചനം പറഞ്ഞല്ലോ, യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ, എന്നിൽ വസിപ്പീൻ അല്ലേ. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്കും കഴിയത്തില്ല എന്ന് പറയുകയുണ്ടായി. Unless the branches abide in the main stalk, the vine, it cannot bear fruit. അപ്പോൾ ഫലം കായ്ക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയും വചനത്തോട് ചേർന്ന് തന്നിൽ വസിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് അവിടെ നമ്മൾ അർത്ഥമാക്കുന്നത്. Now I'm going to fast forward to Ephesians. 5 കാര്യങ്ങൾ, മേ ബി 6 കാര്യങ്ങൾ എഫേസ്യ ലേഖനത്തിൽ നിന്നും മെയിൻലി നമ്മുടെ വളർച്ചയ്ക്ക് ആത്മാവിൻ്റെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് കറക്ഷൻ, ഇൻസ്പിറേഷൻ, ഗോഡ്ലി ഇൻഫ്ലുവൻസ്, പിന്നെ ഞാൻ പറഞ്ഞത് വചനം. ഇതെല്ലാം പറഞ്ഞിനിയും പരിശുദ്ധാത്മാവിനെ കൂടെ തൊട്ടിട്ട് വേണം നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കുവാൻ. ലെറ്റ്സ് ടേൺ ടു ദ ബുക്ക് ഓഫ് എഫീഷ്യൻസ്. എഫേസ്യ ലേഖനത്തിൽ തരാം. എഫേസ്യ ലേഖനത്തിൽ ഓരോ അധ്യായത്തിൽ നിന്നും ഓരോ വാക്യം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ ഒരുക്കത്തിനും ആവശ്യമായിരിക്കുന്ന ചില കാര്യങ്ങൾ അവിടെയുണ്ട്. ലുക്ക് അറ്റ് നമ്പർ 1, 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. ആരെങ്കിലും വായിച്ചോ? പെട്ടെന്ന് പറയും, വായിച്ചോ.
യെസ്, മുദ്രയിട്ട പരിശുദ്ധാത്മാവ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മളെ എല്ലാം പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്രയിട്ടിരിക്കുകയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി 6 അധ്യായങ്ങളിലായിട്ട് ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് തൊട്ട് കാണിച്ച് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ മുദ്രയിടുക എന്ന് പറഞ്ഞാൽ? ചില പറഞ്ഞ് ബന്ധിക്കുക എന്നാണ് പറയുന്നത്. അവരെ അങ്ങ് ബന്ധിച്ചിരിക്കുകയാണ്. ഒന്നുമല്ല കേട്ടോ. മുദ്രയ്ക്ക് പല അർത്ഥങ്ങളുണ്ട്. നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഒന്നാമത്തെ അർത്ഥം എ സീൽ ഓഫ് ഓണർഷിപ്പ്, അതായത് എനിക്കൊരു ഉടമസ്ഥാവകാശം ഉണ്ടെന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ പറയുകയുണ്ടായി, നമ്മുടെ ഒരു സീല് ഒരു ബുക്കിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതെൻ്റേതാണെന്നാണ്. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത്, എൻ്റെ ലൈബ്രറിയിൽ ധാരാളം ബുക്കുകളുണ്ട്. ഈ ബുക്ക് ചില ആൾക്കാർ ചോദിക്കും, പക്ഷേ ഒരു ബുക്കൊന്ന് കടം ചോദിച്ചോട്ടെ, ഒന്ന് വാങ്ങിച്ചോട്ടെ എന്ന് ചോദിക്കും. ഒന്ന് വായിക്കാനായിട്ടാണെന്ന് പറയും. ചിലർ വായിക്കാൻ കൊണ്ടുപോയി പിന്നെ തിരിച്ചു തരത്തില്ല. നല്ല ബുക്കാണല്ലോ, ഭാഷയ്ക്ക് വേറെ മേടിക്കാം എന്ന് ചോദിക്കും. അങ്ങനെ ഓരോരുത്തരും കൊണ്ടുപോയപ്പോൾ നമുക്ക് ബുക്കൊന്നും കാണത്തില്ല. എന്നെ സംബന്ധിച്ച് ഓസ്ട്രേലിയ മുതൽ കളക്ട് ചെയ്ത ബുക്കുകളുണ്ട്. 45 വർഷം മുമ്പ് മുതൽ കളക്ട് ചെയ്ത ബുക്കുകൾ, ഇന്ന് കിട്ടാത്ത ബുക്കുകളൊക്കെ എൻ്റെ ലൈബ്രറിയിലുണ്ട്. അപ്പോൾ ഒരാളും ചോദിക്കുക, നമ്മൾ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ 1-2 പ്രാവശ്യം ആൾക്കാരും ചോദിച്ച് ഞാൻ കൊടുത്തു, പക്ഷേ ബുക്ക് തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. ഞാനും വൈഫും കൂടി തീരുമാനിച്ചു എന്ത് ചെയ്തേ, ഒരു സീൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ഒരു മുദ്ര. അതിനകത്ത് എഴുതിക്കുന്നത് ദിസ് ബിലോങ്സ് ടു ജോ കുര്യൻ ആൻഡ് സിമോൺ കുര്യൻ. അതങ്ങ് അടിക്കും. അതിന് ഫ്രണ്ടിലടിച്ചു, ബാക്കിലടിച്ചു, ഇൻസൈഡിലടിച്ചു. ഇപ്പോൾ ആൾക്കാർ പേജൊക്കെ തുറന്നു നോക്കുമ്പം അതിനകത്തെല്ലാം നമ്മുടെ പേര് കാണും. അപ്പോൾ അവർക്കറിയാം ഇദ്ദേഹത്തിന് മുദ്രയുണ്ടെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് ആർക്കാണ്? ഉടമസ്ഥാവകാശം ആ വ്യക്തിക്കാണ്. എന്നാൽ അവിടെ ഫാസ്റ്റ് ഫോർവേഡ് വന്നിട്ട് നിങ്ങളുടെ മേലൊരു മുദ്രയുണ്ട്. ആ മുദ്ര ആരുടെ എന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ. ഗ്ലോറിയസ് ലൈഫ് ചർച്ചിൻ്റെ മുദ്ര എല്ലാവർക്കും ഉണ്ടെന്നറിയാം. പ്രൈസ് ദ ലോർഡ് ഫോർ ദ ഗ്ലോറി. എന്നാൽ അതിനപ്പുറത്തായിട്ടുള്ള മുദ്രയാണ് എന്ത്? ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് മുദ്രയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഓണർഷിപ്പ് ഉണ്ട്, ഒരു അതോറിറ്റി ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, പിന്നെ അതിന് വാല്യൂ ഉണ്ട്, ഗുണമേന്മയുണ്ട്. ഇതെല്ലാം വന്നിരിക്കുന്നത് മുദ്രയിട്ടുകൊണ്ടാണ്. അത് നമ്മളെ വളരുവാൻ സഹായിക്കും. മുദ്ര ഉണ്ടെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളിൽ വരുന്ന വിശ്വാസികൾക്ക് ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിന് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പക്ഷെങ്കിൽ നമ്മൾ നെഞ്ചും നെറ്റിയും കാണിച്ച് പറയണം, ഐ ബിലോങ് ടു ജീസസ്. മൈ ഐഡൻറ്റിറ്റി ഈസ് ഇൻ ക്രൈസ്റ്റ്. എനിക്കെൻ്റെ ക്രിസ്തുവിലാണ് എൻ്റെ വ്യക്തിത്വം എന്നുള്ള പറയുവാൻ നമുക്കിടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. ഏത് സ്ഥലത്തും ലജ്ജ കൂടാതെ നമ്മൾ വിശ്വാസികളാണ്. അത് യങ് പീപ്പിൾ ഇൻ ദ സ്കൂൾസ്, കോളേജസ്, യൂണിവേഴ്സിറ്റീസ്, വർക്ക് പ്ലേസസ്, wherever you are, you should be proud, be able to say that I am a Christian. ഞാനൊരു വിശ്വാസിയാണെന്ന് പറയുവാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. So that is what the sealing of the Holy Spirit. നമ്മളെ ഷേപ്പ് ചെയ്യുന്ന ഒരു പ്രധാന കാര്യം, എൻ്റെ മേൽ ഒരു മുദ്രയുണ്ട്, എൻ്റെ മേൽ ഒരു നിയോഗമുണ്ട്, എൻ്റെ മേൽ കർത്താവ് അയച്ചിരിക്കുന്ന ഒരു ഓണർഷിപ്പുണ്ട്. ഇതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഷേപ്പ് ചെയ്യാൻ സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. ലെറ്റ്സ് ഗോ ടു ചാപ്റ്റർ 2 now. 2-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ. ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 22. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ആത്മാവിൻ്റെ ഒരു പണിയാണ്. ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദ ഹോളി സ്പിരിറ്റ് ഈസ് വർക്കിംഗ് ഇൻ us. പരിശുദ്ധാത്മാവിൻ്റെ പണി എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ തുടങ്ങിയ പണിയാണ് കേട്ടോ. നമ്മളിങ്ങനെ പെർസ്വേഡ് ചെയ്തുകൊണ്ടിരുന്നു. വചനം വിശ്വസിച്ചാട്ടെ, യേശുവിൽ വിശ്വസിച്ചാട്ടെ, നമുക്ക് പ്രേരണ തരുന്നത് പരിശുദ്ധാത്മാവാണ്. അതിനിപ്പോൾ പ്രീ കൺവേർഷൻ എക്സ്പീരിയൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ട്. പിന്നെ കൺവേർഷൻ തുടങ്ങിയ മുതൽ, രക്ഷിക്കപ്പെട്ട സമയം മുതൽ നമുക്ക് പിന്നെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ നമ്മുടെ കഴുത്തിൽ ഒരു പ്ലാക്കാർഡ് കെട്ടി തൂക്കിയിടണം. എന്താണെന്നറിയാമോ? വർക്ക് ഇൻ പ്രോഗ്രസ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിലർ ചോദിക്കും, ബ്രദർ എന്താ അങ്ങനെ, സിസ്റ്റർ എന്താ ഇങ്ങനെ, ഇത് വിശ്വാസിക്ക് ചേർന്നതല്ലല്ലോ എന്ന് ചിലർ പറയുകയാണെങ്കിൽ പറയണം, പണി പൂർത്തിയായിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാ പണിയുന്നത്?
പരിശുദ്ധാത്മാവ്. The Holy Spirit is the architect. The Holy Spirit is the builder. The Holy Spirit is working in you. So what do you have to do? Present yourself to God. God, build me up. എന്നെ പണിയണമേ, എന്നെ പണിയണമേ, എന്നെ ഷേപ്പ് ചെയ്യണമേ, എൻ്റെ കുറവുകൾ തീർക്കണമേ, എൻ്റെ രോഗം മാറ്റണമേ, എൻ്റെ കോപം മാറ്റണമേ. ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ അങ്ങനെ? എൻ്റെ കോപം മാറ്റണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ട്, ചിലരുണ്ട്. ഓ, താങ്ക് യു ഫോർ ബീയിങ് ഓണസ്റ്റ്. എൻ്റെ അസൂയ മാറ്റണമേ. ഓ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ചിലപ്പോൾ. യെസ്, ഐ തിങ്ക് ഓസ്ട്രേലിയൻ പീപ്പിൾ ആർ വെരി ഓണസ്റ്റ് പീപ്പിൾ ലുക്സ് ലൈക്ക്. ഞാനിതൊക്കെ യു കെയിലൊക്കെ ചോദിക്കുമ്പോൾ പലരും ഒന്നും കൈയൊന്നും ഉയർത്തത്തില്ല കേട്ടോ. യു ആർ സിൻസിയർ പീപ്പിൾ. ആത്മാവിൻ്റെ പണി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ നമ്മളെന്ത് ചെയ്യണം? നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവേ, പണിയണമേ എന്നെ. പണി പൂർത്തിയാകാത്ത ഇടങ്ങളുണ്ട്. I need that area of my life to be shaped by your spirit, Lord. ആത്മാവിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ചില പണികളുണ്ട്. അത് ജഡത്തിൻ്റെ പണി കൊണ്ട് നടക്കത്തില്ല. സ്തോത്രം. നമ്മളതിനെ ജഡത്തിൻ്റെ പണികൾ കൊണ്ടുവരും. There are certain areas of work only the Holy Spirit can do. നമ്മൾ വായിച്ചിട്ടുള്ള സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ തന്നെ. സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കന്മാരെ, നിങ്ങളിൽ ചില പണി കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ അത് ഓർക്കണം, ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ചില പണികളാണ്. പാസ്റ്റർ നോക്കിയിട്ട് സാധിക്കുന്നില്ല, മറ്റ് നിങ്ങളുടെ മാതാപിതാക്കൾ നോക്കിയിട്ട് സാധിക്കുന്നില്ല, സഹോദരി സഹോദരന്മാർ നോക്കിയിട്ട് സാധിക്കുന്നില്ല. ആര് നോക്കിയിട്ടും സാധിച്ചില്ലെങ്കിലും ആത്മാവിനെ ഏൽപ്പിക്കൂ, ആത്മാവ് പണിയും. ഇവിടെ നമ്മളുടെ കോണ്ടെക്സ്റ്റ് വായിക്കുമ്പോൾ യഹൂദനും ജാതിയും ഒരിക്കലും ചേരാത്ത രണ്ട് ജാതികളാണ്, രണ്ട് എലമെൻസ് ആണ്. അവരെ ഒന്നിച്ച് ചേർത്തിട്ട് ഇതാ ഒരു വലിയ ബിൽഡിംഗ് കർത്താവ് പണിയുകയാണ് ചെയ്യുന്നത്. വേർപാടിൻ്റെ നടിച്ചുവരനെ എന്ത് ചെയ്തു? ഇടിച്ചു കളഞ്ഞു. ആ പണി ആരാ ചെയ്യുന്നറിയാമോ? ആത്മാവാണ്. സ്തോത്രം. നമുക്ക് ആരോടും ചേരാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി, ആത്മാവിനെ ഏൽപ്പിച്ചാൽ മതി. കർത്താവെ, എനിക്ക് ആ വ്യക്തിയോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ആ കുടുംബത്തോട് ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ട്, ഈ വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ ദൈവം അത് അറിയുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ കുടുംബക്കാർക്കും അറിയാം. എന്ത് ചെയ്യണം? ആത്മാവിനെ ഏൽപ്പിച്ചാൽ മതി. ആത്മാവ് ആ പണി ചെയ്യും. ചേരാത്തതിന് തമ്മിൽ ചേർക്കും, ഒന്നിക്കേണ്ടതിനെ ഒന്നിക്കും, മാറ്റേണ്ടതിനെ മാറ്റും. അവിടെ ബിൽഡിംഗ് പണി തന്നെ നടക്കും. ദൈവത്തിന് സ്തോത്രം. ലെറ്റ്സ് ഗോ ടു ചാപ്റ്റർ 3. 3-ാം അധ്യായത്തിലേക്ക് പോകാം. 16-ാം വാക്യം വായിച്ചാട്ട്. 3:16. അത്രയും മതി. നമ്മൾ ആത്മാവിൻ്റെ പണി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 1, ആത്മാവിൽ നമ്മളെ മുദ്രയിട്ടു. 2, ആത്മാവിൽ പണി നടന്നുകൊണ്ടേയിരിക്കുന്നു. 3, ആത്മാവിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നോക്കിക്കോട്ടെ വാക്യം ഒന്നുകൂടെ. നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് എന്താണ്? ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ആത്മാവിനാൽ നിങ്ങൾ. അപ്പോൾ ഈ പുറത്തെ മനുഷ്യൻ്റെ ശക്തി വേണമെങ്കിൽ ജിമ്മിൽ പോയാൽ മതി. ജിമ്മിൽ പോകുന്നവരുണ്ടോ? ഇവിടെ ഉണ്ടോ എന്നല്ലേ? പാർക്കിൽ പോകുന്നവരുണ്ടോ? ഉണ്ട്. ഞങ്ങളൊക്കെ പാർക്കിലൊക്കെ നടക്കാൻ പോകും. നിങ്ങളൊക്കെ പോകുന്നവർ കാണും. ഓസ്ട്രേലിയ പോലെ ബ്യൂട്ടിഫുൾ പ്ലേസ്, വൈഡ് പ്ലേസ്. യു ക്യാൻ ഓൾ ബിക്കം സോ ഹെൽത്തി. പുറത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ വളരെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇച്ചിരി മസിൽ വെക്കാനും ഉണ്ടല്ലോ, നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യാനും ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ ഫോർഗറ്റ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ പൗലോസ് പറയുന്നത്, അകത്തെ മനുഷ്യനെ സഹായിക്കണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. സ്തോത്രം. ആത്മശക്തി അകത്ത് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാവിൻ്റെ പണികൾ ചെയ്യുവാനും അത് സഭയിൽ ഉത്സാഹമായി പ്രവർത്തിപ്പാനും ദേശത്ത് നല്ല സാക്ഷ്യത്തോടെ നയിക്കപ്പെടുന്നതിനിടയായി. കാരണം ആത്മാവിൻ്റെ ശക്തി വന്നു കഴിയുമ്പോൾ നടത്തപ്പെടുന്നത് ആത്മാവിനാൽ തന്നെ ആയിരിക്കും. ഹല്ലേലൂയ. ദുർശക്തികൾ നമുക്കെതിരായി വരുമ്പോൾ ആത്മശക്തിയിൽ നമുക്ക് ബലപ്പെടുവാൻ സാധിക്കും. അപ്പോൾ പൗലോസ് എഴുതിക്കുന്ന കാര്യമാണ്, ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ ഇന്നർ മേൻ എങ്ങനെയായിരിക്കുന്നു?
നമുക്ക് ആത്മാവിൻ്റെ ശക്തി അകത്തുണ്ടോ? പുറമേ നമ്മൾ കൈയടിക്കുകയും അന്യഭാഷ പറയുകയും നല്ല പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യും, വിച്ച് ഈസ് ഫൈൻ, വിച്ച് ഈസ് ഗുഡ്. നല്ല എക്സസൈസ് ആയിരുന്നു. ഞാൻ ആ യുവജനങ്ങൾ വന്ന് ഡാൻസ് ചെയ്തപ്പം വിചാരിച്ചു ഞാൻ ഇച്ചിരൂടെ ചെറുപ്പമായിരുന്നെങ്കിൽ ഞാനും ചാടിയാൽ ഞാൻ വിചാരിച്ചു. ഇറ്റ് വാസ് വെരി ഗുഡ്, വെരി എൻജോയബിൾ. പക്ഷെ ഞാൻ ഈ VBS ഒക്കെ പഠിപ്പിക്കുന്ന ആളായിരുന്നു. ഞാൻ ഈ പെർത്തിൽ വന്നപ്പോൾ ഞാൻ VBS പഠിപ്പിച്ച ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഒരു 5-8 വയസ്സേ ഉള്ളൂ. ഇന്ന് പുള്ളി ഒരു പ്രായമുള്ള മനുഷ്യനാണ്, വിവാഹിതനായി. പുള്ളി പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളുടെ സ്ഥലം മാറിപ്പോയപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ കാര്യം ഇനി ആര് VBS നടത്തും എന്നുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ കിടന്ന് ചാടുകയും മറിയുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ പുറത്തെ മനുഷ്യനെ സംബന്ധിച്ച് പ്രശ്നമില്ല, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ആത്മാവിൻ്റെ പണി നടന്നു. നമുക്ക് 4-ാം അധ്യായത്തിലേക്ക് പോകാം. 4-ന്റെ 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് ചാപ്റ്റർ 4 verse 1 and 2. കർത്തൃസേവ നിമിത്തം വായിച്ചു. ആ ആ ആമേൻ. മമ്മി നല്ലപോലെ വായിക്കുന്നുണ്ട് അല്ലേ? നല്ല ഉറക്കെ വായിക്കുന്നുണ്ട്. സ്തോത്രം. മോള് നല്ല ഭംഗിയായിട്ട് വായിച്ചു. പെട്ടെന്ന് വാക്യങ്ങൾ എടുക്കുന്നു. ഇവിടെ അങ്ങനെ ബൈബിൾ റെഫറൻസിന് ക്വിസ് ഇട്ടാൽ ഇവർക്ക് നല്ല മത്സരം ഉണ്ടാകും, നല്ല രീതിയിൽ നിങ്ങൾ പാസ്സാകുമെന്ന് എനിക്കറിയാം. താങ്ക് യു. 4-ാം അധ്യായം നോക്കിക്കാട്ടെ. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം എങ്ങനെ നടക്കണമെന്നാ? വിനയത്തോടും സാമ്യതയോടും നടക്കുകയും സ്നേഹത്തിൽ. അടുത്ത വാക്യമാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ആത്മാവ് നമുക്ക് ചെയ്യുന്ന വേറൊരു കാര്യം ഐക്യതയാണ്. യൂണിറ്റി ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൻ്റെ പണി നമ്മൾ കണ്ടു, മുദ്ര കണ്ടു, ആത്മാവ് അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത് കണ്ടു. ഇനി ആത്മാവ് ചെയ്യുന്നൊരു കാര്യം ഐക്യത കൊണ്ടുവരികയാണ്. അത് കുടുംബത്തിൻ്റെ ഐക്യതയുണ്ട്, സഭയുടെ ഐക്യതയുണ്ട്, പിന്നെ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള ഐക്യതയുണ്ട്, പല ഐക്യതയുണ്ട്. ഈ ഐക്യതയും പക്വതയും തമ്മിൽ വലിയ ബന്ധമുണ്ട് കേട്ടോ. മെച്യൂരിറ്റി ആൻഡ് ദ യൂണിറ്റി ഈസ് കണക്റ്റഡ്. പക്വതയുണ്ടെങ്കിൽ ഐക്യത ഉണ്ടായിരിക്കും, ഐക്യതയുണ്ടെങ്കിൽ പക്വത ഉണ്ടായിരിക്കും. ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ആ 4-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ മതി, നിങ്ങൾക്ക് പിടി കിട്ടും. ഇഫ് ഐ എം എ മെച്യൂർ പേഴ്സൺ ഐ ക്യാൻ ലിവ് വിത്ത് എനിബഡി. അവരെന്താ അങ്ങനെ ചെയ്യുന്നത്, ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്, എനിക്ക് അവരുടെ കൂടെ നിൽക്കുവാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ ഒരു പക്വമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ എന്തു ചെയ്യും? എനിക്ക് ഐക്യതയ്ക്ക് കൈ കൊടുക്കുവാൻ കഴിയും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ജീവിക്കുന്ന ഈ തലമുറ അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന സമൂഹം ഒരു ഡിവൈഡഡ് സമൂഹമാണ്. അപ്പോൾ ഈ ചർച്ചിൽ തന്നെ നമ്മൾ നോക്കിയാൽ വിവിധ ചിന്താഗതികളുള്ളവരിനകത്ത് കാണും, ഇല്ലേ? ഇന്നലെ എന്തുകൊണ്ടാണ് ചപ്പാത്തിയും കറിയുമായത്, മറ്റു വല്ലതും ആയിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്നവർ കാണും. ഇനി ഇന്നെന്തോ ആയിരിക്കും, അതുതന്നെ ആയിരിക്കുമോ? നാളെ എന്തോ ആയിരിക്കും, അല്ലേ? പാസ്റ്റർ എന്താ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ആ സഹോദരൻ എന്താ ഇങ്ങനെ ചെയ്തത്, എൻ്റെ ചായക്ക് ചൂട് കുറഞ്ഞു പോയി, ഇതൊക്കെ അവർക്ക് അറിയത്തില്ലായിരുന്നു. പല അഭിപ്രായങ്ങൾ ഒരു കുടുംബത്തിൽ തന്നെ വരും. നമ്മുടെ വീട്ടിലൊക്കെ പിള്ളേർ തമ്മിൽ പല അഭിപ്രായങ്ങളുണ്ടാകും, ഭാര്യയും ഭർത്താവും തമ്മിൽ വിവിധ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അതിൻ്റെ അർത്ഥം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണോ ചെയ്യുന്നത്? അല്ല. ഇൻ എ ഫാമിലി ഡിവിഷൻസ്, ഡിസഗ്രിമെൻറ്റ്സ് ഈസ് നോർമൽ. ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഐ എം സ്പീക്കിംഗ് ടു ദി യങ് പീപ്പിൾ നൗ. യുവജനങ്ങളൊക്കെ പറയും, വല്ല ചാതിയും 18 വയസ്സായാൽ മതിയായിരുന്നു, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാമായിരുന്നു. ഇവിടെ അങ്ങനെയാണോ നിയമം? ആണെന്ന് തോന്നുന്നല്ലേ? 18 years, യെസ്. UK-ലൊക്കെ ചിലർ പറഞ്ഞു, ഐ എം 18, അറ്റ് ലാസ്റ്റ് ഫ്രീഡം. ദാറ്റ്സ് വാട്ട് ദേ സേ. ആൻഡ് ഐ ടെൽ സച്ച് പീപ്പിൾ, show me a words in the Bible where it says when you are 18 you are free. 18 ആകുമ്പോൾ ഫ്രീ ആണെന്ന് വേദപുസ്തകത്തിലൊരു അധ്യായവും വാക്യവും എനിക്ക് കാണിച്ചു തരണം. ഓൺ ദി അതർ ഹാൻഡ് യേശു പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. സ്തോത്രം.
If the Son sets you free, you shall be free indeed. Until then, you are not free at all. ഈ ഫ്രീഡം പറഞ്ഞു പോകുമ്പോഴുണ്ടല്ലോ, അവർ വീണ്ടും ഒരു ബോണ്ടേജിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ പറയുന്നത്? കാര്യം ഐക്യതയെക്കുറിച്ചാണ്. Divided opinions are there, disagreements are there. It does not mean we have to distance ourselves. We still can live with differences. Hallelujah. നിങ്ങളുടെ ജോലി സ്ഥലത്ത് എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെയാണോ? അല്ല. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിൻ്റെ സ്വഭാവം ഒരുപോലെയാണോ? അല്ല. പക്ഷേ യു സ്റ്റിൽ ഹാവ് ടു അറ്റൻഡ് ദ സ്കൂൾ, അറ്റൻഡ് ദ ക്ലാസ്സസ്. നിങ്ങൾ സ്കൂളിൽ പോകണം, ജോലിക്ക് പോകണം, എല്ലാം ചെയ്യണം. എന്താണ്? യു ലേൺ ടു ലിവ് വിത്ത് ദ ഡിഫറൻസസ് ഓഫ് ദ പീപ്പിൾ. ആമേൻ, സ്തോത്രം. അപ്പോൾ ഇവിടെ അവൾ വായിക്കുന്ന ആത്മാവ് ഐക്യത കൊണ്ടുവരും. ഒരിക്കലും ചേരാത്ത സമൂഹങ്ങൾ തമ്മിൽ ഒരു ഐക്യത കൊണ്ടുവരും. എനിക്കെപ്പോഴും സന്തോഷം തോന്നുന്ന, പലപ്പോഴും അതിശയം തോന്നിയിട്ട് കാര്യമുണ്ട്. 1980കളുടെ മിഡിൽ, 83 മുതലാണ് ശ്രീലങ്കയിൽ ഈ തമിഴ് പുലികൾ ഉണ്ടായിട്ട് സിംഗളീസുമായിട്ട് യുദ്ധമുണ്ടായി. ഒത്തിരി പേര് നാട് വിട്ടുപോയ സ്ഥലം. ഞങ്ങൾ UK ചെല്ലുന്ന സമയത്ത് ധാരാളം റെഫ്യൂജീസ്, ഈ ശ്രീലങ്കക്കാർ, തമിഴ് ആളുകൾ വരുമായിരുന്നു. അവരെല്ലാം വരുമ്പോൾ പേപ്പറില്ല, പാസ്പോർട്ടില്ല, ഒന്നുമില്ല. അവിടെ വന്നിറങ്ങും, അന്ന് റെഫ്യൂജീസായിട്ട് വരും. അവർ വന്ന് ഓരോ ചോദിക്കും, ഞാൻ ലെറ്റർ കൊടുക്കും. അവർക്കൊരു ജോലി കിട്ടണമെങ്കിൽ ചർച്ചിൻ്റെ ലെറ്റർ മതിയായിരുന്നു, ജോലിയൊക്കെ കിട്ടുമായിരുന്നു. കുറേശ്ശെ കഴിഞ്ഞപ്പോൾ തമിഴിന് മാത്രമല്ല സിംഗളക്കാരും വരുന്നു. അവർ ബുദ്ധമതക്കാർ ബാക്ക്ഗ്രൗണ്ടാണ്. അവരിൽ ചിലർ കടന്നു വന്ന് രക്ഷിക്കപ്പെട്ടു, തമിഴിൽ വന്ന് രക്ഷിക്കപ്പെട്ടു. നമുക്ക് തമിഴ് സഭകൾ തുടങ്ങി, സിംഗള സഭകൾ തുടങ്ങി. ഞാൻ ഞായറാഴ്ച ഒരു തമിഴ് സഭയിൽ ചെന്നപ്പോൾ അവിടെ സിംഗളക്കാരും തമിഴിനോട് ഒന്നിച്ചിരുന്ന് കർത്തൃമേശ എടുക്കുന്നു. നാട്ടിലവർ ഫൈറ്റ് ചെയ്യുകയാണ്, കൊല്ലുകയാണ് തമ്മിൽ. പക്ഷെങ്കിൽ അവർ UK ഒരു ചർച്ചിൽ വന്നപ്പോൾ അവരൊന്നിച്ച് മുട്ടുകുത്തി ഇരുന്ന് കർത്തൃമേശ എടുക്കുന്നു. എത്ര സന്തോഷം! ആത്മാവ് കൊണ്ടുവരുന്ന ഐക്യതയാണത്. നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഭവനങ്ങളിലാണെങ്കിലും പിണക്കമുണ്ടാകും, സഭയിലാണെങ്കിലും പിണക്കമുണ്ടാകും. സഭയെന്നൊക്കെ ആൾക്കാർ നിസ്സാര കാര്യത്തിന് ഇട്ടേച്ചു പോകും. അതൊക്കെ വളരെ ബാലിശമായ കാര്യമാണ്. പക്ഷെ ആത്മാവ് കൊണ്ടുവരുന്നൊരു ഐക്യതയുണ്ട്. നിങ്ങളെ തന്നെ ഒരുക്കുന്ന ആത്മാവിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞാൻ ഐക്യതയ്ക്കായി ശ്രമിച്ചു, എനിക്കത് സാധിക്കുന്നില്ല. പാസ്റ്ററെ കണ്ടു, എൽഡേഴ്സിനെ കണ്ടു, സഹോദരിമാരെ കണ്ടു, സഹോദരന്മാരെ കണ്ടു. പക്ഷേ ദർ ഈസ് എ യൂണിറ്റി വിച്ച് ഓൺലി യു ക്യാൻ ബ്രിങ്. നിനക്ക് മാത്രം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഐക്യതയുണ്ട്. ഐ ബിലീവ് ദ ഹോളി സ്പിരിറ്റ് ഈസ് സ്പീക്കിംഗ് ടു സംബഡി ഹിയർ ടുഡേ. ചിലരോടെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു ആ വചനത്തിൽ കൂടെ. Let's go to chapter 5 now. 5-ാം അധ്യായത്തിലേക്ക് വരാം. 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിച്ചാട്ടെ. അഞ്ചാം അധ്യായം, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആത്മാവ് ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാം? ആത്മാവിൻ്റെ നിറവ്, ദ ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവ് നിറഞ്ഞവരായി എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. ആത്മാവിൻ്റെ നിറവും ആത്മാവിൻ്റെ സ്നാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആത്മസ്നാനം ഒരിക്കൽ, ആത്മനിറവ് ഫ്രീക്വൻ്റ്ലി, പല പ്രാവശ്യം ഉണ്ടാകാം. മനസ്സിലായിട്ടുണ്ടോ ആ കാര്യം? ചിലർ ചോദിക്കും, ആത്മനിറവ് പ്രാപിച്ചിട്ടുണ്ടോ? ആ ചോദ്യം തന്നെ തെറ്റാണ്. ആത്മനിറവ്, ദ ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഫ്രീക്വൻ്റ്. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, ആത്മാഭിഷേകം, ആത്മസ്നാനം ലഭിച്ചു പെന്തക്കോസ്ത് നാളിൽ. പിന്നെ പല പ്രാവശ്യം ആത്മനിറവുണ്ടായിട്ടുണ്ട്. പൗലോസ് ആത്മാവ് നിറഞ്ഞവനായി അവനോട് സംസാരിച്ചു. അപ്പോൾ ആത്മാവിൻ്റെ നിറവെന്ന് പറയുന്നത് അത് നോട്ട് എ വൺ ടൈം ഇവൻറ്റ്, ഇറ്റ്സ് എ കൺസിസ്റ്റൻറ്റ്, കോൺസ്റ്റൻറ്റ്, കണ്ടിന്യൂവസ് ഇവൻറ്റ് ടു ടേക്ക് പ്ലേസ് ഇൻ അവർ ലൈഫ്. തുടർമാനമായി നടക്കേണ്ട ഒരു കാര്യമാണ് ആത്മാവിൻ്റെ നിറവെന്നുള്ളത്. ആത്മാവ് നിറയുമ്പോൾ സംസാരിക്കുന്ന ആരായിരിക്കും?
ആത്മാവ് തന്നെയാണ്. കർത്താവ് ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞല്ലേ, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ. അപ്പോൾ വായി സംസാരിക്കും, നോക്കണം ഹൃദയത്തിനകത്തുള്ളത് എന്താണെന്നറിയാം അല്ലേ. അസൂയ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് വായിക്കൂടെ വരുന്ന എന്തോ ആയിരിക്കും. നോക്കുക, അവൻ്റെ നടപ്പ് കണ്ടോ, അവളുടെ ഡ്രസ്സ് കണ്ടോ, അവരുടെ കാറ് കണ്ടോ, അവരുടെ പോക്ക് കണ്ടോ. ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നതാണ് വായിക്കൂടെ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായി. കോപമാണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ വാക്കിൽ നിന്ന് വരുന്നത് എന്തായിരിക്കും? കോപമായിരിക്കും. Get out of this place. ഇവിടെ ഇറങ്ങിപ്പോ. കോപമായിരിക്കും വരുന്നത്. മറിച്ച് സ്നേഹമാണ് ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നതെങ്കിൽ എന്തുമായിരിക്കും? സ്നേഹത്തിൻ്റെ വാക്കുകൾ വരും. സ്നേഹത്തിൻ്റെ വാക്കുകൾ വരുമ്പോഴാണ് ഹണി എന്നൊക്കെ വിളിക്കുന്നത്. ഇവിടെ ഭർത്താക്കന്മാരെ ഹണി എന്ന് വിളിക്കാറുണ്ടോ? ആരും ഉണ്ടെന്ന് തോന്നില്ല. ഹണി, മണി എന്നൊക്കെ പിന്നെ വിളിക്കും. പിന്നെ അത് വേറെയൊക്കെ ആയിട്ട് മാറും ചിലപ്പോൾ. ഇതിനകത്ത് നിറയുന്ന അനുസരിച്ചാണ് നമ്മുടെ സംസാരവും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മാവിൻ്റെ നിറവ് എന്നുള്ളത് കുറവ് ഉള്ളവർക്കാണ്. നിറവ് ആവശ്യമുള്ള ആർക്കാണ്? കുറവുള്ളവർക്കാണ്. എപ്പോഴും നിറഞ്ഞിരിപ്പാൻ നമുക്ക് സാധിക്കുമെങ്കിൽ എപ്പോഴും ആ ദൈവത്തിൻ്റെ പണി നമ്മൾ നടക്കുകയും ചെയ്യും. ആത്മനിറവിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയും ചെയ്യും. പൗലൂസ് കുപ്രോസ് ദ്വീപിലെത്തിയപ്പോഴല്ലേ ഒരു ബർയേശു എന്ന് പറഞ്ഞ ഒരു കള്ളപ്രവാചകനെ അവനോട് ശാസിച്ചപ്പോൾ സകല ദുഷ്ടതയും കപടവും നിറഞ്ഞവനെ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണിക്കും. അപ്പോൾ ഇപ്പോൾ ഓർത്തോണം, ചിലരുടെ സ്വഭാവം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നറിഞ്ഞാൽ ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നതാണ്. അപ്പം മനസ്സിലായല്ലോ അല്ലേ? അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ആ അമ്മാമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്, ഇതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് വെളിയിലോട്ട് കൊണ്ടുവരുന്നത്. അതിന് പകരം ആത്മാവിന് നിറമുണ്ടാകണം. പരിശുദ്ധാത്മാവേ, എന്നെ ദിനംതോറും നിമിഷം തോറും നിറച്ചുകൊണ്ടിരിക്കണമേ. എന്നെ നിറച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ സംസാരം ആത്മനിറവിൽ തന്നെ ആയിരിക്കും. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അതിന് 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നവരെ അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ നിറവിൽ നിന്നും ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകും. വിശ്വാസികൾ നമ്മളെ തന്നെ ഷേപ്പ് ചെയ്യുമ്പോൾ, നമ്മളെ ആൾക്കാർ കാണുമ്പോൾ ഒരു കവിഞ്ഞൊഴുകുന്ന അനുഭവം ഉണ്ടാകണം. ചില വിശ്വാസികളെ കാണുമ്പോൾ ലോകക്കാർ വിചാരിക്കും, ഇവർ പോകുന്ന പള്ളി ഏതാണ്, ദൈവമേ അവിടെ എന്നെ അയക്കരുത് എന്ന് പറയും. അവരുടെ മുഖം കാണുമ്പോഴേ അറിയാം അല്ലേ? ഒരു സാഡ് ഫേസ്, എപ്പോഴും കംപ്ലൈൻറ്റ്, എപ്പോഴും കോപം, എപ്പോഴും ഒരു ഇറിറ്റേഷൻ, എപ്പോഴും ഞാനിങ്ങനെ ആയിപ്പോയല്ലോ എന്നൊരു ഭാവം. അങ്ങനെയല്ല. നിങ്ങളാണ് വാസ്തവത്തിൽ ലെറ്റേഴ്സ് ഫോർ ജീസസ്. യേശുവിൻ്റെ പത്രങ്ങളാണ് നിങ്ങൾ. നമ്മളെ വായിക്കുന്നവരെന്ത് ചെയ്യണം? ഇതിൻ്റെ എഴുത്തുകാരൻ ആരാണ്, നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് അന്വേഷിച്ച് വരത്തക്കവണ്ണം നിങ്ങൾക്ക് ഒരു ആത്മനിറവുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളെ കാണുന്നവർക്കൊരു ദാഹം ഉണ്ടാകണം. യേശു എന്താ പറഞ്ഞ നമ്മളെക്കുറിച്ച്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിൻ്റെ ഒരു പ്രകൃതി, ഉപ്പ് തിന്നുമ്പോൾ എന്തോ ആയിരിക്കും? വെള്ളം കുടിക്കും. നിങ്ങൾ മറ്റുള്ളവരെ ദാഹിപ്പിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ആരാധനയും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ആത്മനിറവും കാണുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് ഒരു ആത്മദാഹം തോന്നണം. എനിക്കും അത് വേണം. എനിക്കും ആ അമ്മച്ചി, ആ അപ്പച്ചൻ, ആ അച്ചായൻ, ആ അമ്മാമ്മ, ആ ബ്രദർ, ആ സിസ്റ്റർ, അവർ ആ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കും വേണമെന്ന് അവർക്ക് തോന്നണം. അതാണ് ആത്മനിറവിൻ്റെ അനുഭവങ്ങൾ. സ്തോത്രം. ആത്മനിറവ് എപ്പോഴും ഉണ്ടായിരിക്കണം. കോപം നിറയാമെങ്കിൽ, അസൂയ നിറയാമെങ്കിൽ എന്തുകൊണ്ട് ആത്മനിറവായിക്കൂടാ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമുക്കായി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 6-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. എഫേസ്യർ 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ആത്മാവിനെ കുറിച്ച് ഇവിടെ നമ്മളെ ഒരുക്കുന്ന ആത്മാവിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആത്മാവിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം.
ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അന്യഭാഷയിൽ നമ്മൾ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയുന്നതില്ല. എത്ര പേര്, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്ന അന്യഭാഷ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം ആർക്ക് പറയാം? അതിനർത്ഥം മനസ്സിലായിട്ടുണ്ടോ? ഉത്തരം എന്താണ്? ഇല്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മിക വർധന വരുത്തുന്നു, തനിക്കത് മനസ്സിലാകുന്നില്ല. പക്ഷെ ആർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന് മനസ്സിലാകുന്നുണ്ട്. ആത്മാവിൽ ആ വ്യക്തി മർമ്മങ്ങളെ സംസാരിക്കുകയാണ്, അത് ദൈവത്തിന് അറിയാം എന്താണെന്നുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അപ്പുറമായി ഒരു ഡിഗ്രി കൂടെ, അല്ലെങ്കിൽ സൂപ്പർ ഡിഗ്രി ആയിട്ട് ഉയർന്ന ഒരു പ്രാർത്ഥനയാണ് ആകാശമണ്ഡലങ്ങളെയും അല്ലെങ്കിൽ ഈ ലോകത്തിൽ കാണുന്ന ദുഷ്ടാത്മ ശക്തികളുടെയും മുകളിൽ കൂടെയുള്ള പ്രാർത്ഥനയാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ചിലർക്ക് പ്രത്യേക ഗിഫ്റ്റ് ഉണ്ട് അതിനായിട്ട്. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ പഠിക്കണം. എന്നാൽ അതോടൊപ്പം തന്നെ രണ്ടാമതൊരർത്ഥം കൂടി ഉണ്ട്. ആത്മാവിൻ്റെ പ്രേരണ കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്, ആ റോസമ്മയ്ക്ക് വേണ്ടി ഇന്നൊന്ന് പ്രാർത്ഥിക്കാനൊരു പ്രേരണ ലഭിക്കുന്നു? ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ലേ ചിലപ്പോൾ? ഇന്ന് നമ്മുടെ ജസ്വിൻ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രേരണ ഉണ്ടാകുന്നു. ആ പ്രേരണ ആത്മാവ് തരുന്നതാണ്. ആ പ്രേരണ ഉണ്ടായി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ ജസ്വിൻ പാസ്റ്റർ ഒരു വലിയ ബുദ്ധിമുട്ടിൽ കൂടെ പോകുന്ന അനുഭവമായിരിക്കാം ആത്മപ്രേരണ. എനിക്കുണ്ടായ അനുഭവം പറയാം. കഴിഞ്ഞ വർഷം, ഈ വർഷം തന്നെ ജനുവരി മാസമാണെന്ന് തോന്നുന്നു, എനിക്ക് അമേരിക്കയിൽ നിന്ന് ഒരു കോള് വെളുപ്പിന് 5 മണിക്കുണ്ടായി. ആ തലരാത്രി മുഴുവനും ഞാനും എൻ്റെ വൈഫ് ഉറങ്ങിയിട്ടില്ല. ഒരു പ്രത്യേക കാര്യത്തിൻ്റെ പേരിൽ ഞങ്ങൾ വളരെ വിഷമിച്ച് വളരെ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. ഈ വിളിക്കുന്ന വ്യക്തിക്ക് ഞാൻ പോകുന്ന സംഭവങ്ങൾ എന്താണെന്നൊന്നും ഞങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ ഒന്നും അറിയത്തില്ല. അദ്ദേഹം വെളുപ്പിന് 5 മണിക്ക് സാധാരണ എന്നെ വിളിക്കാറേ ഇല്ല. എൻ്റെ അടുത്തൊരു വ്യക്തിയാണ്. ഉടനെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ചാൻ്റെ മുഖം ഞാൻ കാണുന്നു, വളരെ വാടിയിരിക്കുന്നുവല്ലോ, ദുഃഖിച്ചിരിക്കുന്നുവല്ലോ, എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ എങ്ങനെ അറിഞ്ഞു? എനിക്കങ്ങനെ വെളിപ്പെട്ടു എന്ന് പറഞ്ഞു. നോക്കണം, അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും. അദ്ദേഹം ന്യൂയോർക്കിലിരിക്കുന്നു, ഞാൻ ലണ്ടനിലിരിക്കുന്നു. ഞാൻ ഫോൺ കോൾ നടത്തിയിട്ടില്ല. എൻ്റെ വിഷയമൊന്നും അദ്ദേഹത്തിന് അറിയത്തുമില്ല, ഞങ്ങളുടെ വിഷയം അറിയത്തുമില്ല. അദ്ദേഹം വെളുപ്പിന് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ പ്രാർത്ഥിച്ചാട്ടെ. അവൻ ആ വെളുപ്പിന് ആത്മനിറവിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. വിഷയം അവന് ശരിക്ക് പിടികിട്ടിയില്ലെങ്കിലും അവൻ എൻ്റെ മുഖത്തിൻ്റെ മ്ലാനത കണ്ടുകൊണ്ട് ആ വെളുപ്പിന് 5 മണിക്ക് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നും ഞാൻ മറക്കത്തില്ല. അവൻ ആത്മാവിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. നിങ്ങളൊക്കെ ചിലരൊക്കെ ഇന്നിവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം ആത്മാവിൽ ചിലർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ചിലർ നിങ്ങളുടെ മുഖം കണ്ടും അല്ലെങ്കിൽ കാണാതെ നിങ്ങളുടെ പേര് പറഞ്ഞുമൊക്കെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളും ഇന്നിവിടെ വന്നിരിക്കുന്നത്. ജഡത്തിന് വെളിപ്പെടാത്ത ചില കാര്യങ്ങൾ ആത്മാവിന് വെളിപ്പെടും. സ്തോത്രം. ദൈവത്തിൻ്റെ പൈതലെ നാം ഓർക്കണം, നമ്മളെ ഒരിക്കലും കർത്താവ് കൈവിടത്തില്ല. എ ഓർ ബി പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങളെ അറിയാത്തൊരാൾ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, അല്ലേ? UK വലിയ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പേരൻസിന് വലിയ ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യം. ഇവിടെയുള്ളവർ UK അത്രയും മലയാളീസിൻ്റെ ഡ്യൂറേഷൻ ആയിട്ടില്ല. കാരണം 2000 മുതൽ വരുന്നവരവിടെ ഉണ്ട്. ഇവിടെ അതിനുശേഷം വന്നവരായിരിക്കും കുറച്ച് പേരുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം, ഞങ്ങൾ കൺവെൻഷൻ കൂടുമ്പോഴും സെമിനാറുകൾ കൂടുമ്പോഴും, പാസ്റ്ററെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, വി ആർ വറീഡ് അബൌട്ട് അവർ ചിൽഡ്രൻ. സോ മെനി പേരൻസ് ആർ സേയിങ് they are in trouble. അപ്പോൾ അവർക്ക് ഡെസ്പറേഷനാണ്. അതിനുവേണ്ടി കൗൺസിലിംഗ് വേണം, അതിനുവേണ്ടി ആലോചന വേണം. പാസ്റ്ററെ വിളിക്കും. പാസ്റ്റർക്ക് അതിന് പല ട്രെയിനിങ് ഇല്ലാത്ത പാസ്റ്റേഴ്സ് ആയിരിക്കും. ഒടുവിൽ കൗൺസിലേഴ്സിനെ കാണും, സോഷ്യൽ സർവീസിന് ഇടപെടും. അങ്ങനെ ഒത്തിരി നമ്മുടെ മലയാളി ഫാമിലീസ് പ്രോബ്ലത്തിൽ കൂടെ പോകുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവരുണ്ട്, സോഷ്യൽ സർവീസ് എടുത്തുകൊണ്ട് പോയവരുണ്ട്. All these kind of things are happening.
we need to remember to pray for our children. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഉത്തരം നിങ്ങൾ ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് ജീവിച്ചിരുന്ന് കണ്ടില്ലെന്ന് വരാം. ഒരുപക്ഷെങ്കിൽ കണ്ടില്ലെന്ന് വരാം. പക്ഷെ കാണട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾ ഒഴുക്കിയ ഒരു തുള്ളി കണ്ണീര് കർത്താവ് മറന്നു പോകത്തില്ല. അതിന് പ്രതിഫലം കൊടുത്ത് നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കർത്താവ് അനുഗ്രഹിക്കും. യൂനിക്കെയും ലോവിസിനെ ഓർത്താൽ മതി. അവരെ വിശ്വാസത്തിൽ പ്രേരിപ്പിച്ചു കൊണ്ടുവന്ന തീമോത്തിയോസ് ഒരു ശ്രേഷ്ഠനായ വ്യക്തിയായി തീർന്ന പോലെ നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠരായി തീരും. ഇവിടെ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മാവിനെ പ്രാപിച്ചവർക്ക് മാത്രമേ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കഴിയത്തുള്ളൂ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് മാത്രമേ ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയത്തുള്ളൂ. തിരുവചനം വായിക്കുമ്പോൾ ആത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരും എന്തൊക്കെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ച്. എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കട്ടെ. എഫേസ്യ ലേഖനത്തിൻ്റെ 6 അധ്യായങ്ങളിൽ നിന്നും 6 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. പരിശുദ്ധാത്മാവ് നമ്മളെ എങ്ങനെ സഹായിക്കും, നമ്മളെ പ്രിപ്പയർ ചെയ്യുവാൻ വേണ്ടി. ആർക്ക് പറയാം? ഒന്നാമത്തെ കാര്യം, നമ്മളെ മുദ്രയിടുന്നു. എഴുതിയിട്ടുള്ളവർ പറഞ്ഞാട്ടെ. രണ്ടാമത്തെ കാര്യം, ആത്മാവിൻ്റെ പണി നമ്മൾ നടക്കുന്നു. മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്നു, നമ്മളെ ശക്തിപ്പെടുന്നു. നാലാമത്തെ കാര്യം, നമ്മളെ യുണൈറ്റഡ് ആക്കുന്നു, ആത്മാവിൻ്റെ ഐക്യത കൊണ്ടുവരുന്നു. അഞ്ചാമത്തെ, ആത്മനിറവ്, കണ്ടിന്യൂസ് ആയിട്ട് നിറവിനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ആറാമത്തെ കാര്യം, ആത്മാവിലുള്ള പ്രാർത്ഥന, അതൊരു സ്പിരിച്വൽ വാർഫെയർ ആണ്. വാസ്തവത്തിൽ ആത്മാവിൻ്റെ യുദ്ധമാണ്. ആത്മാവിൻ്റെ ശക്തി ലഭിച്ചവർ, ആത്മാവിൻ്റെ നിറവ് ലഭിച്ചവർ, ആ നിറവിലാണ് നമ്മൾ ദുഷ്ടാത്മ ശക്തിയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ആ ശക്തി ലഭിച്ചവർക്കായ ദൈവത്തിന് സ്തോത്രം. ഈ ക്യാമ്പിൽ വേറിട്ട് വന്ന് കർത്താവിനെ ആരാധിക്കുകയും വചനം കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓർക്കുക, കർത്താവെ, ഇവിടുന്ന് കടന്നു പോകുമ്പോൾ എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ തരണമേ, എനിക്കൊരു രൂപാന്തരം തരണമേ, ഇതുവരെ ഉണ്ടാകാത്തൊരു ശക്തി എനിക്ക് തരണമേ, ഇതുവരെ ഉണ്ടാകാത്തൊരു ആത്മപ്രേരണ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി സഭയായും വ്യക്തികളായിട്ടും കുടുംബങ്ങളായിട്ടും കർത്താവ് ഗ്ലോറിയസ് ലൈഫ് ചർച്ചിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് എല്ലാവർക്കും ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. നന്ദി, സ്തോത്രം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.